ഹലോ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് തൊടുക. അപ്പോഴത്തേക്കും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഭയങ്കര ബ്രാൻഡഡ് ആയിട്ടുള്ള ട്രൈപോഡും സെൽഫി സ്റ്റിക്കും ഒക്കെയാണ്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു യൂട്യൂബിലെ തുടക്കക്കാരി എന്നുള്ള നിലയിൽ എൻ്റെ കയ്യിലുള്ള ഒരു ട്രൈപോഡോ സെൽഫി സ്റ്റിക്കോ എന്ത് വേണേലും പറയാം, അങ്ങനെ ഒരു സാധനമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയ സാധനമാണ്. ഇത് വാങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൻ്റെ ഇവിടുത്തെ ഈ ഇങ്ങനെ കാല് പോലെ 3 പ്ലാസ്റ്റിക്കിൻ്റെ സാധനം ഇരിക്കും, അത് പൊട്ടിപ്പോയി. ഒട്ടും തന്നെ സ്ട്രോങ് അല്ല കേട്ടോ ഈ ഒരു സാധനം. അതിൻ്റെ ആ പ്ലാസ്റ്റിക് ആ ഒരു സ്റ്റാൻഡ് ഒട്ടും ബലമില്ലാത്ത പെട്ടെന്ന് പൊട്ടിപ്പോകുന്നു. അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങ് പൊട്ടിപ്പോവും. അപ്പോൾ അതിലൊരെണ്ണം പൊട്ടിപ്പോയിട്ട് ഞാൻ ഇതിൽ ഫോണൊക്കെ വയ്ക്കുമ്പോൾ ഇത് കറക്റ്റായിട്ടിരിക്കത്തില്ല, ഇങ്ങനെ അങ്ങ് ചരിഞ്ഞു പോകും. ഇവിടുത്തെ കാലായിരുന്നു പൊട്ടിയിട്ടുണ്ടായിരുന്നേ, വയ്ക്കുമ്പോൾ ഇതിങ്ങനെ ചരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ വേറെ ഇപ്പം ഈ ഒരു സാധനം എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഏത് രീതിയിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതെന്നും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ. ട്രൈപോഡോ സെൽഫി സ്റ്റിക്കോ ഒന്നും കയ്യിലില്ലാത്തവർക്ക് ആ ഒരു മെത്തേഡിൽ വീഡിയോ എടുക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് ഇതിങ്ങനെ ആയപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പം ഞാൻ കുറേ ദിവസം ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഫോണൊക്കെ ഇതിൽ സെറ്റ് ചെയ്ത ശേഷം ഇത് ഞാൻ അരിപ്പാത്രത്തിൽ കുത്തി വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. നമ്മളിപ്പോൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനാണെങ്കിൽ അത് ഓക്കെയാണ്, അരിപ്പാത്രത്തിൽ കുത്തി വെച്ചിട്ട് സ്ട്രെയിറ്റ് അല്ലേ, കറക്റ്റായിട്ട് നമുക്ക് എടുക്കാം. പക്ഷേ കുക്കിംഗ് വീഡിയോസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ സംഭവം ഇങ്ങനെ അങ്ങോട്ടൊക്കെ തിരിക്കുമ്പോൾ ഈ മൊബൈലിൻ്റെ വെയിറ്റ് കാരണം ജസ്റ്റ് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചരിയും. അപ്പോൾ കുക്കിംഗ് വീഡിയോസ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു അത്. ഞാനീ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഇരുന്ന് സംസാരിക്കുമ്പോഴാണെങ്കിൽ അത് നമുക്ക് ഒരു പ്രശ്നമല്ല, കറക്റ്റായിട്ടിരുന്നോളും. അപ്പം ഞാൻ കിടന്ന് പെടാപ്പാട് പെടുന്ന കണ്ടിട്ട് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ചെയ്തു തന്നൊരു സാധനമാണ് ഇത് ശരിക്കും ആൾ നമ്മുടെ സ്റ്റീലിൻ്റെ റൗണ്ട് പൈപ്പ് ഉണ്ടല്ലോ അതിൽ ചെയ്യാൻ തുടങ്ങിയതാണ്. എന്നിട്ട് പിന്നെ ആളത് മാറ്റി വെച്ചിട്ട് നമ്മുടെ PVC പൈപ്പാണ് കേട്ടോ. ഈ PVC പൈപ്പ് ഇവിടെ ഉണ്ടായിരുന്നു, അതൊന്ന് കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ട് അത് വെച്ച് ഉണ്ടാക്കിയതാണ്. ഈ PVC പൈപ്പ് അത്യാവശ്യം നല്ല നീളം ഉണ്ടായിരുന്നു, വേണമെങ്കിൽ നമുക്ക് ആ ഒരു ഹൈറ്റിൽ ചെയ്യാമായിരുന്നു. ഞാൻ പിന്നെ കുക്കിംഗ് വീഡിയോ ചെയ്യുന്നുണ്ട്, ഇതിൽ നമുക്ക് വേറെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സാധനമില്ലല്ലോ. അപ്പോൾ കുക്കിംഗ് വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ഈ ഒരു ഹൈറ്റ് ധാരാളമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഈ ഒരു ഹൈറ്റിലാണ് PVC പൈപ്പ് എടുത്തേക്കുന്നത്. പിന്നെ ഈ താഴെ കൊടുത്തിരിക്കുന്ന ഈ സ്റ്റാൻഡ് ഇത് കമ്പിയാണ്, ചെറിയ കമ്പിയാണ്, അധികം കട്ടിയില്ല ഈ കമ്പിക്ക്. അപ്പോൾ ഈ കമ്പി വളച്ചെടുത്ത് ചെയ്തതാണ് ഈ ഒരു റൗണ്ടായിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ കട്ടിയുള്ള വലിയ വെൽഡിങ് റാഡ് കിട്ടും. അപ്പോൾ ചീത്ത വെൽഡിങ് റാഡൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ മേതത്തെ ഫ്ലെക്സൊക്കെ തട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ അകത്തുള്ള കമ്പി നമുക്കിതേപോലെ കിട്ടും. അതും വളച്ച് ഇതുപോലെ സ്റ്റാൻഡ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് വളച്ചിട്ട് ഈ പൈപ്പിൻ്റെ ഈ ഒരു ഭാഗത്തും പിന്നെ ഈ ഒരു ഭാഗത്തും ഹോള് അപ്പുറത്തിപ്പുറത്തോട്ട് ഹോൾ ഇട്ട് കൊടുത്തിട്ട് നീളത്തിന് 2 കമ്പി കട്ട് ചെയ്തിട്ട് ഈ അപ്പുറം ഇപ്പുറം കയറ്റിയിട്ട് ഇവിടെ വെൽഡ് ചെയ്ത് ജോയിൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് ഉണ്ടോ, വെൽഡ് ചെയ്ത് ജോയിൻ ചെയ്ത് വെച്ചേക്കുവാണ്. ഇത് പെയിൻ്റൊക്കെ അടിച്ചെടുത്ത അടിപൊളി സെറ്റപ്പാണ് കേട്ടോ. വേറെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് നമുക്കിതൊന്നും നമ്മുടെ ബാഗിലിട്ടെടുത്തും ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം ഈ ഒരു സംഭവം ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ബാഗിലിട്ട് നമുക്ക് ഇത് മാത്രമാണെങ്കിൽ ഓക്കെ, ഈ ഒരു സംഭവം ഇരിക്കുന്നുണ്ട്, ബാഗിലിട്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. വണ്ടിയിൽ ഒരു സൈഡിലൊക്കെ ഇട്ട് നമുക്ക് കൊണ്ടുപോകാവുന്നതാണ്. ഒരു കവറിലൊക്കെ ഇട്ടിട്ട് സ്കൂട്ടിയിലൊക്കെ പോകുന്നവരാണെങ്കിൽ ഒരു കവറിലൊക്കെ ഇട്ടിട്ട് ഹാങ് ചെയ്ത് വണ്ടിയിൽ ഹാങ് ചെയ്ത് അങ്ങനെയൊക്കെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഈ ഒരു സ്റ്റാൻഡിൽ നമ്മുടെ പൊട്ടിപ്പോയ ഈ സെൽഫി സ്റ്റിക്ക് ഉണ്ടല്ലോ, നമ്മൾ ഇവിടുത്തെ 2 എണ്ണം കുഴപ്പമില്ലായിരുന്നു, അതൊക്കെ ഇളക്കി കളഞ്ഞിട്ട് നമ്മുടെ ഈ സെൽഫി സ്റ്റിക്ക് ഞാൻ ഇതിലോട്ട് ഇറക്കി വെച്ചിട്ട് ഇങ്ങനെയാണ് ഞാൻ വീഡിയോസ് ഇപ്പോൾ കുക്കിംഗ് വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല സ്റ്റഡി ആയിട്ടിരിക്കും കേട്ടോ, തറയിൽ ചരിഞ്ഞ് വീഴൊന്നുമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റും, ചരിഞ്ഞ് വീഴത്തൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഞാനിപ്പോൾ കുക്കിംഗ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും വലിയ ബ്രാൻഡഡ് ആയിട്ടുള്ള ട്രൈപോഡും സെൽഫി സ്റ്റിക്കൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ എന്നെപ്പോലുള്ള തുടക്കക്കാരൊക്കെ കാണും വീഡിയോ എടുക്കാൻ ട്രൈപോഡോ സെൽഫി സ്റ്റിക്കോ ഇല്ലാതെ
ബുദ്ധിമുട്ടുന്നവർ. അപ്പോൾ അവരുടെയൊക്കെ കയ്യിൽ ആരുടെയെങ്കിലും കയ്യിൽ ഇതുപോലെ, കാരണം തുടക്കക്കാരാകുമ്പോൾ എന്തായാലും സ്റ്റാർട്ടിങ് ഇതേപോലത്തെ സെൽഫി സ്റ്റിക്കൊക്കെ ആയിരിക്കാം വാങ്ങിക്കുന്നത്. അതിനൊന്നും അത്രയും ബലമൊന്നും കാണത്തില്ല. അതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് താഴത്തെ ആ സ്റ്റാൻഡ് പൊട്ടിപ്പോകുന്നത് തന്നെയാണ് അതിൻ്റെ മെയിൻ പ്രശ്നം. അപ്പോൾ പൊട്ടിയ സ്റ്റാൻഡ്, ഇതേപോലെ പൊട്ടിയ സെൽഫി സ്റ്റിക്ക് ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ഈ സാധനം എൻ്റെ കയ്യിരിക്കുന്നതുകൊണ്ട് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഞാനിപ്പോൾ എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നതെന്ന്. അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ചട്ടുകം. ഈ ചട്ടുകത്തിൽ ഇത് നമ്മുടെ ഫോണാണെന്ന് കരുതിക്കോണേ, ഇത് ഫോണാണെന്ന് കരുതിക്കോ. ഇത് ഇങ്ങനെ വച്ചിട്ട് നമ്മുടെ റബ്ബർ ബാൻഡ്, ഈ റബ്ബർ ബാൻഡ് ഇട്ട് ലോക്ക് ചെയ്യണം. അപ്പോൾ വീണ്ടും ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഈ സൈഡ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. കണ്ടോ? ഇത് നമുക്കിനി അരിപ്പാത്രത്തിലോ അല്ലെങ്കിൽ വൈഡായിട്ടുള്ള ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് മണലോ എന്തെങ്കിലും നിറച്ചിട്ട് അതിൽ കുത്തി വെച്ചിട്ടും നമുക്ക് വീഡിയോ എടുക്കാവുന്നതാണ്. ഞാൻ ഈ ട്രൈപോഡൊക്കെ മേടിക്കുന്നതിന് മുന്നേ ഞാൻ ഈ ഒരു രീതിയിലാണ് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ വേറൊരു പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫോണ് കറക്റ്റ് എവിടെയെങ്കിലും കറക്റ്റ് പ്ലേസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഏരിയ ഉണ്ടെങ്കിൽ അവിടെ വയ്ക്കുമായിരുന്നു. ഞാനിങ്ങനെ ഡയറക്റ്റൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ കറക്റ്റ് ഇങ്ങനെ ചെവരോട് ചേർത്ത് പ്ലേസ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുവച്ചിട്ടാണ് മാക്സിമം വീഡിയോ എടുക്കാറ്. ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് അങ്ങനെയാണ് കേട്ടോ. ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് എൻ്റെ റൂമിൽ നമ്മുടെ തയ്യൽ മെഷീൻ ഉണ്ടല്ലോ, തയ്യൽ മെഷീനിൽ ചാരി വെച്ചിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. കുറേ പേര് ഈ തുടക്കക്കാർക്ക് ട്രൈപോഡ് ഇല്ലാത്തവർക്കും സെൽഫി സ്റ്റിക്ക് കയ്യിലില്ലാത്തവർക്കൊക്കെ ഏതൊക്കെ രീതിയിൽ വീഡിയോ എടുക്കാമെന്നുള്ള വീഡിയോ ഒരുപാട് നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട്. അപ്പം നിങ്ങൾ അത് പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് കിട്ടുന്നതാണ്. അപ്പം ഞാൻ ഈ ഒരു രീതിയിലൊക്കെയാണ് നിലവിൽ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എനിക്ക് എന്തായാലും ഈ ഒരു സ്റ്റാൻഡ് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. തൽക്കാലം എനിക്ക് ഇത് മതിയാകും. കാരണം ഞാൻ അത്രയ്ക്കൊക്കെയുള്ള വലിയ വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല. ഒരു തുടക്കക്കാരി എന്നോണം എനിക്കിത് ധാരാളമാണ്. അപ്പോൾ വലിയ ട്രൈപോഡൊക്കെ കയ്യിലുള്ളവർക്ക് ഇത് കാണുമ്പോൾ ഒരു പുച്ഛമായി തോന്നുമായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ സാധനമാണ് കേട്ടോ. കാരണം ഈ പൊട്ടിയ സാധനം വെച്ച് കുറേ നാൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ കാരണം ഈ പൊട്ടിയ സാധനം വെച്ചിട്ട് ഞാൻ കുറേ ദിവസം അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ എനിക്ക് വലിയൊരു ആശ്വാസമാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരിതാണ്. ഇനി നമ്മൾ പോകെ അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. പൈസ കിട്ടുമ്പോൾ നമുക്കൊരു വലിയ ട്രൈപോഡ് വാങ്ങിക്കണമെന്നുണ്ട്. അത് വലിയ വീഡിയോസൊക്കെ നമ്മൾ അത്രയും നല്ല രീതിയിൽ വലിയ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ മേടിക്കണം എന്നുണ്ട്. തൽക്കാലം ഇതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുവാണേ. അപ്പോൾ ഇതുപോലെ വീഡിയോസൊക്കെ ചെയ്യുന്ന തുടക്കക്കാരൊക്കെ കാണും. ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ അവരിങ്ങനെ കാണിക്കുക അവരെങ്ങനെയാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നേക്കും. ബൈ.